ഹായ് ഹലോ സൺഡേ അപ്പോൾ ദേ രാവിലെ തന്നെ ഞാൻ എന്താ അറിയില്ല എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഭക്തി വന്നപ്പോൾ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് ദേ വീട്ടിൽ വന്നപ്പോഴേക്കും പിള്ളേരൊക്കെ എഴുന്നേറ്റ് തുടങ്ങണുള്ളൂ. ഞാനപ്പോൾ അവനെ കുത്തിപ്പിടിച്ച് എഴുന്നേറ്റു. ദേ അമ്മ ചായ വെച്ചു കുടിക്കുന്നു, ഞാനും ചായ വെച്ച് കുടിക്കുന്നു. കാരണം വയറിങ്ങനെ കുണുകുളു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ദേ വീട്ടിലെല്ലാവരും ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ കളിയുടെ കേസും കൂടിയാണ് ഒരു ചർച്ചാ വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ ദേ കിച്ചണിലേക്ക് പോയി. അപ്പോൾ അതേ അമ്മ ദേ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പമാണ്. അപ്പം ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. പിന്നെ അത് പരിപാടി അവിടെ നൈസ് തകർത്ത് നടക്കുന്നുണ്ട്. പിന്നെ പിള്ളേരൊക്കെ വീട്ടിൽ വന്നാൽ എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവളുടെ തല നോക്കുക, ഇവളെ തല ചീകി കൊടുക്കുക, മെനക്ക് കെട്ടിക്കൊടുക്കുക, ചുന്തിരി കുട്ടിയായിട്ട് ഇരുത്തുക എന്നൊക്കെയാണ് എൻ്റെ ഒരു ഡ്യൂട്ടി വരുന്നത്. സോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ദേ ഉണ്ണിക്കുട്ടൻ അവിടെ രാവിലെ തന്നെ പല വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ ഞാനും സുത്തും കൂടിയിട്ട് ഇങ്ങനെയൊക്കെ മെടഞ്ഞ് അവളെ മൊത്തത്തിൽ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് മെടഞ്ഞ് വെക്കാനാണ് ഞങ്ങളുടെ പ്ലാനിങ്. സോ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ എൻ്റെ അനിയത്തിനെ പോലും ഞാൻ തലയൊക്കെ മുടിയൊക്കെ മെടഞ്ഞ് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ, റോസ് കുട്ടീനെ. ഇതാണ് നമ്മളുടെ CR7. നമ്മളുടെ പോർച്ചുഗലിൽ ഭയങ്കര കട്ട ഫാനാണ്. കാര്യമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. പോയി ആ വഴി പോയി. അന്ന് ഞങ്ങൾ ബ്രസീലിൽ പോയി, റൊണാൾഡോയിൽ പോയി. ഇനിയിപ്പോൾ അർജൻറ്റീന പോവോ അറിയില്ല, നോക്കാം. പിന്നെ ചേച്ചീനൊക്കെ ഒരുക്കുമ്പോൾ ആളിങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ. അപ്പോൾ ആളെയും സ്നേഹിക്കണം, അങ്ങനെയൊക്കെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ മുടിയൊക്കെ കയറി സെറ്റാക്കി പൗഡറൊക്കെ ഇട്ട് ചുന്തര കുട്ടിമാരാക്കി ഞാനിങ്ങനെ വീട്ടിലിരുത്തി. ജസ്റ്റ് ഞാൻ വേഗം പോയി. ഇനി കുറച്ചും കൂടി നേരം ഇരുന്ന് എൻ്റെ വയറിനെ കൊല്ലും. അപ്പോൾ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മുടെ അപ്പവും ഇസ്റ്റു കറി എടുത്തിട്ട് ഞാൻ ചേച്ചിയും കൂടി രണ്ടുപേരിരുന്ന് സൊറ പറഞ്ഞ് കൊത്താനൊക്കെ പറഞ്ഞ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു സൺഡേ ഫസ്റ്റ് മോർണിംഗ് എന്ന് പറയുന്നത്. മോർണിംഗിൽ ഇതൊക്കെ തന്നെയാണ് സൺഡേ വരുന്നത്. പ്രത്യേകിച്ച് വേറെ വർക്കുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. രാവിലെ എഴുന്നേക്കാം, തിന്നത്ര തന്നെ. അപ്പോൾ അമ്മ കൂടി അപ്പോൾ ധൈര്യമാണ് ഇരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ, സീ യു.